അപ്പൊ മച്ചു എന്താണ് പൊന്നെ? ഏത് മൂഡ്? ടൺ കണക്കിന് ഫൺ മൂഡ്. മച്ചു എന്താണ് മുത്തേ വിളിച്ച? കറക്കിക്കല്ലേ മുത്തേ. ഏത് മൂഡ് പൊളി മൂഡ് എന്ന് പറഞ്ഞ സാധനം പൊതുവെ എല്ലാരും പറയുന്നതാണ്. തൃശ്ശൂരുകാരും പറയുക, കൊച്ചിക്കാരും പറയും. തൃശ്ശൂർ ഏതാ മൂഡ് പറയും. ഒരൊറ്റ ഡയലോഗില് എല്ലാ സ്ലാങ്ങുകളും ഉൾപ്പെടുത്തി പറയാൻ പറ്റുമോ? ഇപ്പൊ ഡയലോഗ് തന്നെ എല്ലാ നാടിന്റെയും പേരിന് തന്നെ ചിലപ്പോ അതിന്റെ സ്ലാങ് ഉണ്ടാവും. ഇപ്പൊ എറണാകുളം പറയണ എറണാകുളം, കോട്ടയം, തൃശ്ശൂര്, പാലക്കാട്. നമസ്കാരം, ക്ലബ് ഓഫ് ഫിലിമിൽ വന്നേക്കാണോ? പെരേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. മിമിക്രി ഒക്കെ ഒരുപാട് ചെയ്യണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാരാ? ചെയ്ത് അവസാനം പുള്ളി വിളിച്ചിട്ട് എടാ നീ എന്നെ കുറിച്ച് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ചെയ്യാ. നമുക്ക് ഈ 1ാം ക്ലാസ് തൊട്ട് നമുക്ക് ഒരു പെങ്കൊച്ചിനോട്, നമ്മുടെ ക്ലാസ്സിൽ ഒരു പെങ്കൊച്ചിനോട് നമുക്ക് ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ടീച്ചർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ച ആളുടെ അടുത്തേക്ക് കൊണ്ടിരുത്തും. അഭിനയിക്കും നമ്മൾ. മണ്ടത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയത് പ്രശ്നം. അന്നത്തെ ദിവസം മൊത്തം പറഞ്ഞു. പിന്നെ എന്ത് ചെയ്താലും നമുക്ക് മണ്ടത്തരമായിട്ട് തോന്നും. എല്ലാരും ഹാപ്പിയാ, എല്ലാരും ഫ്രീ ആവുന്ന സമയത്താന്ന് തോന്നുന്നു ഒരു ഫോട്ടോ എടുത്താല കൊച്ചി സ്ലാങ്ങും കൊച്ചിക്കാരെ വരെ ട്രെൻഡാക്കിയ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. ഈ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ തന്നെ ട്രെൻഡിങ് ഡയലോഗ് ഉണ്ട്. ആൻഡ് ഈ ഡയലോഗ് വെച്ചിട്ട് ഇപ്പോൾ ഒരു പാട്ട് ഇറങ്ങി, ആ പാട്ടും ട്രെൻഡ്, ഫുൾ ട്രെൻഡോട് ട്രെൻഡ്. ഐ വെൽക്കം ജാസിർ ക്ലിക്സ് ഓൺ ടു ക്ലബ് എഫ് എം. ഹായ് മച്ചു, വെൽക്കം ടു ക്ലബ് എഫ് എം. ലൈക്ക് എപ്പോഴും ചൂടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് പോയതാണ്. ഇഞ്ചിയുടെ വെള്ളത്തിനകത്ത് സാധാ വെള്ളല്ലേ? ചെറിയ ഇഞ്ചിയുടെയോ എന്റെ കുടിശോക്ക് കറക്കിക്കല്ലേ മുത്തേ. സോറി. ഓക്കെ, ചായ ഉണ്ട് കേട്ടോ, വെള്ളം മാത്രമല്ല. വേണ്ടേ? ചായ ആണോ കാപ്പിയാണോ കൂടുതൽ ഇഷ്ടം? വെള്ളമാണ് ഇഷ്ടം. മച്ചു ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം എന്താ മച്ചുന്റെ? പുതിയ വിശേഷമൊന്നുമില്ല, പറയാൻ പറ്റിയ വിശേഷമൊന്നുമില്ല. അമ്മ ഇങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. എല്ലാ ദിവസവും നമുക്ക് സൺഡേ ആണോ? ഫണ്ടേ സൺഡേ എല്ലാ ദിവസവും ഒരേപോലത്തെ. മച്ചു ഏത് മൂടാണ് എപ്പോഴും? അമ്മ ചിൽ മൂടാണ്, അമ്മ ഹാപ്പി ആയിട്ട് നടക്കും, ആരെയും മൈൻഡ് ചെയ്യൂല. ഈ ഏത് മൂഡ് പൊള്ളി മൂഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇങ്ങനെയാണ് ആ ഒരു ഐഡിയ മനസ്സിലാക്കി. എവിടെയോ ഫോർട്ട് കൊച്ചിയോ അങ്ങനെ എവിടെയോ പോയിപ്പോ ആരെയോ കണ്ടപ്പോ അതിൽ നിന്നുണ്ട്. ശരിക്കും എന്താ അതിന്റെ ബിഹൈൻഡ് സ്റ്റോറി? എങ്ങനെയാ ആ ഒരു ഏത് മൂഡ് പൊളി മൂഡ് ട്രെൻഡ് വന്നെങ്ങനെയാ? ഈ പറഞ്ഞ പോലെ തന്നെ ഒരാളെ കണ്ടതാണ്. അത് ഏത് മൂഡ് പൊളി മൂഡ് എന്നുള്ളതല്ല. ഈ മറൈൻ ഡ്രൈവിലേക്ക് വന്നിട്ട് അച്ഛനൊരു 10 രൂപ അങ്ങനെ ചോദിക്കണ ആൾക്കാരുണ്ട്. പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോഴും ഉണ്ട്. 10 രൂപ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ വെച്ചിട്ട് ആ ഒരു ക്യാരക്ടർ മനസ്സിൽ കിടപ്പുണ്ടായി കുറെ നാളായിട്ട്. പക്ഷെ അതെനിക്ക് റീലാക്കണമെന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടു വിട്ടു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന പുഷ്പയുടെ എന്തോ സ്പൂഫ് എടുത്തോണ്ടിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മഴ പെയ്യാൻ പോയപ്പോ വീട്ടിൽ പോകാൻ പോയപ്പോ എനിക്ക് ഈ സാധനം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ നടന്നപ്പോ ഞാൻ പുറകെ ഒരു തന്റെ അടുത്ത് ചോദിച്ചു, ഒരു 10 രൂപ ചായ കുടിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അത് കൊള്ളാലാടാന്ന് പറഞ്ഞ ആ സംഭവം. അപ്പൊ അത് വെറുതെ ഒരു ക്ലിപ്പ് എടുത്ത് നോക്കി. പിന്നെ പടപടയെന്നും പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ഇങ്ങനെ കിട്ടി. അപ്പൊ ആ ഡയലോഗ്സ് വെറുതെ കൂട്ടിച്ചേർത്ത്, അത് കണ്ടന്റ് ഒന്നുമില്ല. ആ വീഡിയോ ഇപ്പൊ കണ്ടാലും മനസ്സിലാവും, അതിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല. ഞാൻ വെറുതെ പല ഡയലോഗ് പറയുന്ന പല ക്ലിപ്പുകൾ ആ വീഡിയോ. അതിനൊരു സ്ക്രിപ്റ്റ് പരമായിട്ടൊരു കണ്ടന്റ് ഒന്നും ഇല്ല. പല ഡയലോഗ് പറയുന്ന ഒരു, പക്ഷെ അതെങ്ങനെയോ അതാണ് കേറിയത്. അതായത് അത്ര ചിന്തിച്ചുണ്ടാക്കിയൊന്നും കേറിയില്ല. അപ്പൊ അത്രയും നമ്മൾ എഫേർട്ട് ആ ഒരു ഡയലോഗിന് ഇട്ടിട്ടില്ല അല്ലേ? ഒരു എഫേർട്ട് ഇല്ല സത്യം പറഞ്ഞ. ഏത് മൂഡ് പൊളി മൂഡ് എന്ന് പറഞ്ഞ സാധനം പൊതുവെ എല്ലാരും പറയുന്നതാണ്. ഏത് മൂഡ് എല്ലാരും തൃശ്ശൂരുകാരും പറയും, കൊച്ചിക്കാരും പറയും. ഏത് മൂഡ് തൃശ്ശൂർ ഏതാ മൂഡ് പറയും. എന്തോ ശരിക്കും ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പഠിക്കുന്നുണ്ടാ? പഠിച്ചു കഴിഞ്ഞ് എവിടെ പഠിച്ചേ? സെന്റ് ആൽബർട്ട്സിൽ ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ച. ഒരു റീല് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മനസ്സിലേക്ക് വരാനും ഷൂട്ട് ചെയ്യാനൊക്കെ ടോട്ടൽ എത്ര ടൈം എടുക്കും? എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ വണ്ടിക്ക് വന്ന വഴിക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടും, എന്തെങ്കിലും ത്രെഡ് കിട്ടും. ഇപ്പൊ തന്നെ ഞാൻ വോയിസ് റെക്കോർഡ് ഇങ്ങനെ ചെയ്ത് വെക്കും. വണ്ടി ചിലപ്പോൾ സൈഡ് ഒതുക്കിയിട്ട് ഞാൻ ചിലപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കും. വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇതെപ്പോൾ എടുക്കണോന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ ഇതിന്
പറ്റിയ കുറെ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പിന്നെയും കാണും. ഓക്കെ. അപ്പൊ അതും കൂടി ഇതിൽ ആഡ് ചെയ്താലോ അങ്ങനെ അതൊരു വലിയ കണ്ടന്റ് ആവും ചിലപ്പോൾ. എന്നിട്ട് കൂട്ടുകാരോട് പറയും, അവർക്ക് വർക്കാണെങ്കിൽ ഒരു ദിവസം ഷൂട്ട് ചെയ്യുക അങ്ങനെ പറയും. സ്ക്രിപ്റ്റ് എഴുതൽ പരിപാടിയൊന്നുമില്ല, എഴുതി വെക്കലൊന്നും ഇല്ല. നമ്മള് വോയിസ് റെക്കോർഡ് ചെയ്ത് വെക്കും. പിന്നെ അത് കണ്ടന്റ് നമ്മുടെ മനസ്സിലുണ്ടാവും, മറന്നു പോവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യണ ദിവസം വരെ ഇത് ചെയ്യണം എന്നുള്ള ചിന്ത. ഇത് പെട്ടെന്ന് ചിന്തിച്ച് ആ ദിവസം ചെയ്യാ, പിന്നെ അത് മറന്നു പോവില്ല. ഇത് ചെയ്യണ ദിവസം വരെ ഇതിനെ കുറിച്ചുള്ള ചിന്ത, അതിങ്ങനെ ചെയ്യാൻ പറ്റുമോ ചിന്തിച്ച് മറന്നു പോലല്ലോ. സ്ക്രിപ്റ്റിന് അവസാനം സ്ക്രിപ്റ്റിന്റെ ഒന്നും ആവശ്യം വരില്ല. ഇത് മൊത്തത്തിൽ അറിയാം, വീഡിയോ ചെയ്ത് ഇതെടുത്തു പിന്നെ നാച്ചുറൽ ആയിട്ട് അങ്ങോട്ട് വരുന്ന ഒരു ഫ്ലോ. ഞങ്ങളുടെ എല്ലാരും കൂടി ഇതൊന്ന് സംഭവം. അപ്പൊ ഞാൻ ഓർത്തി പറഞ്ഞ പോലെ എഴുതി വെച്ച് എല്ലാരും, പിന്നെ കാരണം എടുക്കുന്ന റീൽസ് എല്ലാം നമുക്ക് റിലേറ്റബിളാ, ഒരെണ്ണം പോലെ റിലേറ്റബിൾ അല്ലാത്തതില്ല. റിലേറ്റബിൾ ആയതാരണം എഴുതണ്ട, ആ ഒരു ഫ്ലോയിൽ എങ്ങനെ വരും. ഒരാളെ കണ്ടിട്ടായിരിക്കും നമുക്ക് ആ കണ്ടന്റ് കിട്ടുന്നത്. മറന്നുപോയാ പിന്നെ വേറെ ദിവസം കാണുമ്പോ ഇതൊരു കണ്ടന്റ് ആണല്ലോ, മറന്നുപോയില്ലല്ലോ. അപ്പൊ തന്നെ ഓർക്കും ഒരു കണ്ടന്റ് നോട്ടഡ് സംഭവം എഴുതി. ഇതുവരെ ചെയ്ത റീലുകളൊന്നും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഉമ്മ തിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അതൊക്കെ എന്തൊരു റിലേറ്റബിൾ. അത് കറക്റ്റ് വീട്ടിൽ ഉമ്മ അങ്ങനെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അടുത്തതൊരു ഉമ്മ റീല് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കണ്ടന്റ്? ഞാനാ ജസ്റ്റ് ഉമ്മ തിങ്സ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് അതിന്റെ ഉമ്മ അല്ല വേറെ കൂട്ടുകാരന്മാരുടെ ഉമ്മയൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ കണക്ട് ആയി. ഞാൻ കണ്ടിട്ടുള്ള ഉമ്മയൊക്കെ തന്നെ ആയിരിക്കും, കൂട്ടുകാരുടെ ഉമ്മയൊക്കെ ആയിരിക്കും. എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല, അത്യാവശ്യം സപ്പോർട്ടീവ് പരിപാടി. എനിക്ക് ടൈപ്പോടൊക്കെ വെച്ചെന്ന് ഉമ്മ ആദ്യമായിട്ട് അങ്ങനത്തെ പരിപാടി. ഇപ്പൊ പെട്ടെന്ന് കണ്ട് പണ്ട് ഇതെന്റെ ഉമ്മ എന്താണ് അസുഖം വരുമ്പോ നമുക്കറിയില്ല, ഇഞ്ചക്ഷൻ വെക്കണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇല്ല ഇഞ്ചക്ഷൻ ഞാൻ പറഞ്ഞോളാം ഡോക്ടറോട്, നീ വന്നാ മതി കൂടെ. ഡോക്ടറെ അടുത്ത് തന്നെ ഇരിക്കും. ഭയങ്കര പനി. അപ്പൊ നമ്മ തോണ്ടും അത് ഇഞ്ചക്ഷൻ വേണ്ടെന്ന് പറഞ്ഞാ. ഡോക്ടർ അന്നൊരു സിറപ്പ് ചെയ്ത അപ്പൊ തന്നെ ഉമ്മ ആദ്യം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും ഡോക്ടർ, എന്നാലാ പെട്ടെന്ന് മാറുള്ളൂ. ജാസിർ ക്ലിക്സിന്റെ ആദ്യം ക്ലിക്കായ വീഡിയോ ഏതായിരിക്കും? ആദ്യം ക്ലിക്കായത് ഈ നടന്മാര് ഫുഡ് ബ്ലോഗേഴ്സ് ആണെങ്കിൽ എന്നൊരു സംഭവം, ബിരിയാണി കഴിച്ചിട്ട് ഉള്ള റെസ്പോൺസ് ഓരോ നടന്മാരുടെ. ഞങ്ങൾ 2 ഫ്രണ്ട്സ്, ഒരു രോഹിത് ഫസീൽ എന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സ് ഉണ്ട്. അവര് തമ്മിൽ ഇങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ചെയ്തത്. ആ പരിപാടി 2022 ആ സമയത്ത് എന്തോ അത്യാവശ്യം ഇത്തിരി റീച്ച് കിട്ടി. ഫസ്റ്റ് അത്ര റീച്ച് കിട്ടി. പിന്നെ റീച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ റീച്ചായി, പിന്നെ കണ്ടിന്യൂസ് റീച്ച് ഉണ്ടായില്ല. ആ ഒരു വീഡിയോ റീച്ച് ആയിട്ട് പിന്നെ സ്റ്റക്കായി. പിന്നെ കുറെ നാളെ റീച്ച് ആവണം. ഏറ്റവും കൂടുതൽ ക്ലിക്കായ വീഡിയോ ഏതായിരിക്കും? അത് അംബാനി വൈബ് ആ സംഭവം. പിന്നെ അതുകൊണ്ട് ഒരു കുപ്പിയുടെ വീഡിയോ ഇട്ടായിരുന്നു, കുപ്പി പിടിക്കാൻ മടിയുള്ള കൂട്ടുകാരി. അത് ഇപ്പൊ നല്ല റീച്ച് കയറുന്നുണ്ട്. ഈ ക്ലിക്ക് ആവുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പുച്ഛിച്ച കുറെ ആളുകൾ ഉണ്ടാവല്ലോ, അങ്ങനെ ആളുകളുണ്ടാ? പുച്ഛല്ല, കളിയാക്കല്, വേസ്റ്റ് ഓഫ് ടൈം. അങ്ങനെ വേസ്റ്റ് ഓഫ് ടൈം എന്നല്ല, നമ്മള് ചെയ്യുമ്പോ നമ്മള് കൂട്ടത്തിൽ കോമാളിയാവുക അങ്ങനത്തെ ഒരു സംഭവം. ഇത് എല്ലാരും അതിന്റെ വീഡിയോ ഉണ്ടാ അങ്ങനത്തെ ഒരു സംഭവം നമ്മളോട് അറിയില്ലെങ്കിൽ അവര് ചെയ്യുന്നതാണ്. നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. കേട്ടിട്ട് കേൾക്കാത്തവരിങ്ങനെ പോവാ. അപ്പൊ ഇപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ അവരെ കാണാറില്ല, നിർത്തിയല്ല ബന്ധം, ഒഴിവാക്കി വിട്ട്. അതെ, ആരോടും കുറ്റമില്ല, ഒന്നുമില്ല. ഈ എല്ലാ സ്ലാങ്ങുകളും പഠിച്ചിട്ടുണ്ട്. തൃശ്ശൂരുണ്ട്, അറിയില്ല, തൃശ്ശൂര്, കൊച്ചി, കോട്ടയം, അങ്ങനെ കുറച്ചധികം സ്ലാങ്ങുകൾ അല്ലെ? ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നാട്ടിലുള്ള ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ എനിക്കുള്ളത് പുറത്തുനിന്ന് വന്ന് പഠിക്കാൻ നിൽക്കുന്നവര്, അല്ലെങ്കിൽ സിനിമാ കാര്യത്തിന് എറണാകുളത്ത് വന്ന് നിൽക്കുന്നവരാ എന്റെ ഭൂരിഭാഗം, അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ. ഇവരുടെ കൂടെ നിന്ന് ഞാനും ശരി, നമ്മളിങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമുക്കും ആ സ്ലാങ് ആയി പോകും ഓട്ടോമാറ്റിക്കലി. വീട്ടിൽ ഞാനിപ്പോ ഈ തൃശ്ശൂർ സ്ലാങ്ങിന്റെ വീഡിയോ ഇടുന്നതിന് മുമ്പ് വീട്ടുകാർ വെച്ചിട്ടുണ്ട്, നീ ഇപ്പൊ എന്താടാ ഷിൻഡപ്പനെ പോലെ അല്ല, ഷിൻഡോ റോജോ എന്ന് പറഞ്ഞ 2 ഇരട്ടകൾ അവരെ വീഡിയോ ഒക്കെ എടുത്തന്നെ മിക്ക വീഡിയോസും. അപ്പൊ അവര് തൃശ്ശൂരാ. ഈ കണ്ടന്റ് ഡിസ്കസ് ചെയ്ത് അവസാനം അവര് എന്ത് തേങ്ങ അത് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു എന്തുട്ടല്ലേ വീട്ടില് ചോറ് വെച്ചോണ്ടിരുന്ന വീട്ടുകാരോട് എന്തുട്ട് മീനിത്, നീങ്ങ ഒരൊറ്റ ഡയലോഗില് എല്ലാ സ്ലാങ്ങുകളും ഉൾപ്പെടുത്തി പറയാൻ പറ്റുമോ? എല്ലാ സ്ലാങ്ങുകളും ഉൾപ്പെടുത്തി ഇപ്പൊ ഡയലോഗ് തന്നെ എല്ലാ നാടിന്റെയും പേരിന് തന്നെ ചിലപ്പോ അതിന്റെ സ്ലാങ് ഉണ്ടാവും. ഇപ്പൊ എറണാകുളം പറയാണ് എറണാകുളം, കോട്ടയം
തൃശ്ശൂര്, പാലക്കാട്, അല്ലാതെ പേര് ഫ്ലാഗ് വേണ്ടി പിടിക്കാൻ പറ്റും. കറക്റ്റ്. അത് പാലക്കാട്. പാലക്കാട് എനിക്ക് പറ്റൂല. ട്രൈ ചെയ്യണം. ഓക്കെ, ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞേ പാലക്കാട്. പാലക്കാട് അത്രയൊക്കെ തന്നെ ഉള്ളൂ. തിരുവനന്തപുരം. ഏറ്റവും ഈ ആസിഫ് അലിയുടെ മറ്റേ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഇതാണ് മല്ലു സിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന വീഡിയോ അല്ലേ, അത് കണ്ടിട്ട് എൻ്റെ പൊന്നെ ചിരിച്ചിരിച്ച് ഞാൻ ഒരു വഴിയെ. ഏറ്റവും കൂടുതൽ ആളുകൾ ചിരിച്ച് ഇല്ലാണ്ടായി. നമുക്ക് തന്നെ ഒരു ചിന്ത വരുമല്ലോ, ഇപ്പൊ ഈ എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംശയം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയൊക്കെ ഞാനെഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതൊരു ഡയറക്ടറിനടുത്തോ പ്രൊഡ്യൂസറിനടുത്തോ കേൾപ്പിക്കാൻ ഒന്ന് പോടാപ്പാന്ന് പറയും ചിലപ്പോ. എനിക്കത് എങ്ങനെ പറഞ്ഞു കൊടുത്ത് അത് കൺവിൻസ് ചെയ്ത ഒരു സിനിമ ആക്കണമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. മനസ്സിലായി. ഇനിയിപ്പോ അത് അവരൊരു ടീമായതുകൊണ്ട് അത് ചെയ്ത് അത്ര വർക്കായി അടിപൊളിയായി. ഇപ്പൊ നമ്മൊരു ടീമല്ല, ഞാനിപ്പോ പുറത്തുനിന്ന് ഒരാളാണ്, എൻ്റെ ഈ കഥയുണ്ട്, പക്ഷെ ഞാനതൊരു ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് പ്രൊഡ്യൂസറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ അത് അവർക്ക് വർക്കാവോ എനിക്കറിയില്ല. ആ പടം ഇങ്ങനെ അത് വർക്കാക്കി എടുക്കും അവര്. ഞാൻ എങ്ങനെ അവരോട് ആ കഥ പറയും, ഒരു ആള് മാല വിഴുങ്ങി ബസ്സിൽ പോയി സ്റ്റേഷനിൽ പോയി, സ്റ്റേഷൻ്റെ ഇടയിൽ കുറെ സംസാരം, അവസാനം ഇയാളിങ്ങനെ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല ചിലപ്പോ അത് കൺവിൻസ് ആക്കണ ഒരു രീതി. അത്രയും പറഞ്ഞ ഒറ്റ കണ്ടന്റ് പറഞ്ഞു അത്രയും പോയി. അത് എനിക്ക് നടപടിയായിട്ട് തോന്നിയില്ല. കൺവിൻസ് ആക്കൂലേ, ഭയങ്കര പാടല്ലേ. അതാണ്. അങ്ങനെയാണ് ഈ ഒരു തോട്ട് വന്നേ മല്ലു സിംഗിന്റെ സാധനം. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നപ്പോഴേ സ്ക്രിപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞ വലിയൊരു കഴിവാ. അപ്പൊ ഞാൻ പറഞ്ഞ ഫൺ. അപ്പൊ ആ സിനിമയിലും മഴയിൽ മനോരമയിലും ഉച്ചക്ക് മല്ലു സിംഗ് ഉണ്ടായിരുന്നു. തൊണ്ടി മുതൽ വേറെ ഏതോ ചാനലുണ്ടായി, അപ്പൊ അതില് പരസ്യം വന്നപ്പോ ഞാൻ മാറ്റിയപ്പോ മല്ലു സിംഗ്. അപ്പൊ ഞാൻ ചിന്തിച്ചതാ പറഞ്ഞു, അപ്പൊ ഇതിന്റെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുമ്പോ അത് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരു രീതി പെട്ടെന്ന് കിട്ടിയായിട്ട്. ഇത് ഞാൻ പറയണ അത് ഞാൻ കണ്ട് ഭയങ്കര ചിരിച്ചു. വേറെ വീഡിയോസ് ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ചിരിച്ചേക്കണ ഒരു വീഡിയോ ജാസിന്റെ ഒരു അറിവിൽ ഏതായിരിക്കും എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ഈ വീഡിയോ കണ്ട് ചിരിച്ചെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഏതായിരിക്കും? മനാഫ് സംഭവം, ആൻ്റപ്പൻ, വള്ളിയാൻ്റപ്പൻ. അതാണ് എനിക്ക്. പക്ഷെ അത് ഇടക്ക് കണ്ടപ്പോ പാവം തോന്നി. വള്ളിയാൻ്റപ്പനെ കണ്ടപ്പോ പാവം തോന്നി എനിക്ക്. ബാഡായിട്ടോടാ എല്ലാരും ചിരിച്ചെന്നും പറഞ്ഞ് റിപ്ലൈ തന്ന വീഡിയോ. ജാസിന്റെ തന്നെ ഒരു വീഡിയോയിൽ ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാൻസ് ഒരു സാധനമുണ്ട്, വിൻസി ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ജാസറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാൻസ് പറയണെങ്കിൽ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആൾക്കാര് ചില പിള്ളേരാണ് കൂടുതലും, പക്ഷെ അവർക്ക് അത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നെന്ന് തോന്നി. ഈ അള്ളിയാൻ്റെ ഒപ്പനൊക്കെ അവർക്ക് ആ ഒരു ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. പിള്ളേരായാലും വലിയ ആൾക്കാരാണെങ്കിൽ ബ്രോ കൊള്ളാം, രസമുണ്ട്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റൊരു കുറേ ഉണ്ട്, മച്ചൊരു ഫോട്ടോ എടുത്താല, മച്ചൊരു ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ എടുക്കട്ടെ, അത് കുറേ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇവരാണോ ഞാൻ ചെയ്തേ? റോട്ടിലൂടെ ഒക്കെ പോകുമ്പോ ചിലപ്പോ ബൈക്കിനൊക്കെ വന്നിട്ട് മച്ചോ അപ്പൊ തിരിച്ചു നമ്മള് പൊളി മൂട് എന്ന് പറയും. ഇല്ല, എനിക്ക് ശയ്യ അങ്ങ് പെട്ടെന്ന് എനിക്ക് തിരിച്ച് പൊളി മൂടെന്ന് പറയാൻ എനിക്ക് ശയ്യാവും. അതെ, എനിക്ക് തോന്നുന്നു നമ്മള് മറ്റേ സാധനം കയ്യിലുണ്ടോ എന്ന് പറയണ പോലെ ഇനി വേറെ പോയി ഏത് മൂട് നമ്മള് ക്യൂൻസിലൊക്കെ പോയി കഴിയുമ്പോ ക്രൗഡിന്റെ ഇടക്കായിരിക്കും മനാഫേ. അപ്പൊ അത് അത്രേ ഉള്ളൂ. അപ്പൊ റിയൽ ലൈഫിൽ ഇൻട്രോവേർട്ടാ? ഇൻട്രോവേർട്ട് എന്നല്ല, അത്യാവശ്യം അത്ര ഇൻട്രോവേർട്ട് അല്ല. പക്ഷെ വീഡിയോ കാണിക്കുന്ന പോലെ എനിക്ക് റിയൽ ലൈഫിൽ കാണിക്കാൻ പറ്റത്തില്ല. അത്ര ഹൈ ആയിട്ട് ഓരോ വേർഡ്സ് ഇപ്പൊ ഭയങ്കര ഹിറ്റാ. മിത്ര, മച്ചു, പിന്നെ എന്താണ് പൊന്നെ ആ സാധനങ്ങള്. പിന്നെ ഏത് മൂഡ്, ഏത് വൈബ്, അംബാനി വൈബ് എന്ന് പറയണ്ട. ഏതിലും ഇതുപോലെ ഈ വേർഡ് ഹിറ്റ് ആവും എന്ന് വിചാരിച്ച് ഇതിൽ വേർഡ് ഇറക്കിയിട്ടുണ്ടോ, എന്നിട്ട് അത് ഹിറ്റ് ആവാതെ ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ല, ഇറക്കിയിട്ടില്ല. അപ്പൊ ഹിറ്റ് ആവണമെന്ന് വിചാരിച്ചിറക്കിയ വേർഡ്സ് വെറുതെ അങ്ങനെ ഞാൻ പക്ഷെ ചിന്തിച്ചിട്ടുണ്ട് മുമ്പ്, എന്തെങ്കിലും ഇറക്കി ഇങ്ങനെ ഒരു സാധനം ഹുക്ക് ഉണ്ടാക്കണം എന്നാല് കേറുള്ളൂ, ഹുക്ക് ഉണ്ടാക്കണം. രോഹിത് എന്ന് പറഞ്ഞു കൂട്ടാറുണ്ട്. അവൻ പറഞ്ഞു, അപ്പൊ അവൻ എൻ്റെ അടുത്ത് അതൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, അതൊക്കെ ഉണ്ടായി വന്ന കുറെ നാള് മുമ്പ് 22-ലോ 3-ലോ എന്തെങ്കിലും പറയും. എനിക്ക് നമുക്ക് റീച്ച് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള. അപ്പൊ ഒരു ഹുക്ക് വേണ്ട, നമ്മളെല്ലാരും അതിലറിയപ്പെടണോടാ, അപ്പൊ എന്നാലേ ഒരു സംഭവം കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മ എത്ര ചെയ്താലും നമ്മ വീഡിയോ ചെയ്യുന്ന ഒരുത്തൻ നമ്മുടെ ഒരു ഡയലോഗൊക്കെ ഇങ്ങനെ ഹിറ്റായി കഴിയുമ്പോഴാണ് അതിലൊരു ഹുക്ക് കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവനപ്പോ പറയും, എടാ അതങ്ങനെ ഉണ്ടാവൂല, അത് തന്നെ ഉണ്ടായി വരുള്ളൂ, നമ്മ പോലെ അറിയൂല. അപ്പൊ അന്ന് ഞാൻ അന്നും ചിന്തിക്കും, ഇതെപ്പ ഉണ്ടാവാൻ, ഇത് എന്തുണ്ടാവാനാ,
പിന്നെ കറങ്ങിത്തിരിഞ്ഞ് ഉണ്ടായി. അതൊരു ഭാഗ്യം എന്ന് പറയാ. അതെ അതെ. ഏറ്റവും റീസെന്റ് പറയേണ്ടത് പാട്ട് വരെ, ഒരു സിനിമയിലെ പാട്ട് വരെ ഇറങ്ങി. അത് ആ പാട്ട് ഇറക്കണതിന് മുമ്പ് ജാസിന്റെ അടുത്ത് വന്നായിരുന്നു അവര്. അത് ഫെജോനെ എനിക്ക് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ഫെജോ ഇങ്ങനെ പറഞ്ഞായിരുന്നു ലൈക്ക് ഇതുപോലെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ തോന്നിയേ? എന്റെ ഡയലോഗ് പാട്ടാണ് എന്താ എനിക്കൊന്നും പെട്ടെന്ന് തോന്നിയില്ല അങ്ങനെ ചെയ്തോ. കാരണം എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ അതെന്റെ ഇതിന്ന് വരെ കൊറേ ആയല്ലേ ചെയ്തിട്ട്. ആ ടൈമിൽ തന്നെ ഇറങ്ങി പെട്ടെന്ന് ഇത് ഇത്ര ഇതിപ്പോ കൊറേ നമ്മളെല്ലാരും കൊറേ അതിലിങ്ങനെ അറിയപ്പെട്ട് വന്ന് കൊറേ പോയി. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഞാൻ ആ പാട്ടിറങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കണ്ടായിരുന്നു, ഇത് മൂട് ഒരാളുടെ ഒരു ഡയലോഗിന്ന് ഒരു പാട്ട് വരെ ഉണ്ടായെന്ന് പറയുമ്പോ അത് വലിയൊരു സംഭവം തന്നെയല്ലേ. സന്തോഷമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കൊറേ കേട്ട് കഴിയുമ്പോളേ പിന്നെ വീഡിയോയിൽ ഇത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ വീഡിയോ വേണോ, ഈ വീഡിയോ തന്നെ ഇട്ടോണ്ടിരുന്നാല് ആൾക്കാർക്ക് മടുപ്പാവോ. അപ്പൊ ഞാൻ ഇപ്പൊ പുതിയ വീഡിയോ ഇട്ടതിൽ ആ ഡയലോഗ് പറഞ്ഞിട്ടില്ല, ഇനി നിർത്തി. മടുത്ത്. നമ്മുടെ മച്ചു മറ്റേ ടീച്ചറും അതിലൊരു ഡയലോഗ് പറഞ്ഞ ലാസ്റ്റ് നിനക്ക് മടുത്തില്ലടാ അങ്ങനെ എന്താ പറയല്ലേ. അതില് നമ്മൾ ഏത് മൂടെന്ന് പറഞ്ഞാൽ ചിലപ്പോ കമന്റ് വരും, ഇപ്പൊ ഇതും കൊണ്ട് കൊറേ നാളായല്ല, അത് ശരിയാ, കൊണ്ട് ജീവിക്കണേ. ഈ ആ ഇതിൽ തന്നെ PT മീറ്റിംഗിന്റെ വീഡിയോ ആണല്ലോ. ഒരു PT മീറ്റിംഗ് മെമ്മറി പെട്ടെന്ന് പറയാൻ പറഞ്ഞ അതിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ പറഞ്ഞേ ആദ്യം തന്നെ ഉണ്ടല്ലോ, എന്താണ് മുത്തേ വിളിച്ച. അത് അടിപൊളിയായിരുന്നു. അത് അങ്ങനെ ഇപ്പൊ ഒന്ന് പറയോ, എന്താണ് മുത്തേ വിളിച്ച. അത് ഞാൻ ആ സംഭവം കാണാൻ വേണ്ടിട്ട് ഞാൻ റിപ്പീറ്റ് കണ്ടുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഒരു PT മീറ്റിംഗ്. ഞാൻ 3ൽ പഠിക്കുമ്പോ പഠിക്കൊന്നും ഇല്ലായിരുന്നത്, പഠിക്കില്ലായിരുന്നു. മാത്സിനൊക്കെ അങ്ങനെ 1 മാർക്ക് അങ്ങനത്തെ പരിപാടിയാണല്ലോ. അതെ. അപ്പൊ ടീച്ചർ എനിക്ക് ഇപ്പോഴും വാപ്പയും പറഞ്ഞ് ചിരിക്കും ഇടക്ക്. എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ വിളിച്ചിട്ട് വാപ്പയുടെ അടുത്ത് പറഞ്ഞു, ഇവൻ മാർക്ക് കണ്ടില്ലേ ഇവൻ്റെ 3 പഠിക്കാനായിട്ടാ ഞാൻ. അപ്പൊ ടീച്ചർ ഇവന്റെ മാർക്ക് കണ്ടില്ലേ, മാത്സിനൊക്കെ 1, EVSന് 2, ഇവന്റെ ഭാവി എന്താവും ഇങ്ങനെ പോകണമെങ്കിൽ 3 പഠിക്കണം, ഭാവി എന്താവും. എന്റെ അങ്ങനെ ടീച്ചർ പറഞ്ഞപ്പോ ഇങ്ങനെ ഷോക്കാണ്. ആ സാഹചര്യമുള്ള നമുക്ക് അപ്പൊ ഏറ്റവും വലുതായിട്ട് തോന്നുക, നമുക്കറിയില്ലല്ലോ ഭാവിയിൽ എങ്ങനെയാവുന്നൊക്കെ. അപ്പൊ അന്ന് നോക്കുമ്പോ എന്താ വാപ്പ ഇങ്ങനെ നോക്കുന്നു, എന്തിനാടാ നിന്നെ വിട്ട് വീട്ടിൽ വന്നിട്ട്. ഇപ്പൊ അതൊരു കോമഡിയായി. പക്ഷേ ഇപ്പൊ വാപ്പയും പറഞ്ഞ ചിരിക്കും, ആ ടീച്ചർ എന്നാലും എന്താ അന്ന് അങ്ങനെ പറഞ്ഞു, ഭാവി എന്താവും, നമ്മക്ക് അവലേതാ പൊരിയേതാന്ന് പ്രായത്ത് ഭാവി പറഞ്ഞു. ഇനി ആ ടീച്ചറിനെ കാണുകയാണെങ്കിൽ എന്ത് പറയും? ഞാൻ മറന്നല്ലോ, എനിക്ക് ആ ടീച്ചറിനെ സത്യം പറഞ്ഞത് ഓർമ്മയില്ല. ഇനി എനിക്ക് ഓർക്കണം. നമുക്ക് ചില നല്ല ടീച്ചേഴ്സും ഉണ്ട്, അതൊരു നല്ല ഓർമ്മയുണ്ട്. മിമിക്രി ഒക്കെ ഒരുപാട് ചെയ്യണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാരാ? ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം വിനയ് പോട്ടിനാണ്. പുള്ളിയായിട്ട് ഞാൻ ചെയ്ത് പുള്ളിയായിട്ട് വീഡിയോ വരെ ചെയ്ത് ഞാൻ കണ്ട്. എന്നിട്ട് മറ്റേ ഇതിട്ടല്ലോ, ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ. അങ്ങനെ ചെയ്ത് അവസാനം പുള്ളി വിളിച്ചിട്ട്, എടാ നീ എന്നെ കുറിച്ച് കൊറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ചെയ്യാ. പുള്ളി വിളിച്ചതൊന്ന് ഇപ്പൊ പുള്ളിയുടെ ആ ഒരു ഇതില് പറയും, ഹലോ ജാസറല്ലേ? അതെ അതേട്ടാ. അത് എടാ നീ കുറച്ച് വീഡിയോസ് നമ്മളെ സൗണ്ടിലൊക്കെ ചെയ്തില്ലേ, അതല്ല ട്രോളായിട്ട് അതിനോർമ്മ ഒരുമിച്ച് ചെയ്യാ. അങ്ങനെ ഒരു പരിപാടി തന്നെ ഉണ്ട്, സംശയം. അപ്പൊ അതിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ്, ആട്ടാ ചെയ്യാ എപ്പോഴാന്ന് പറഞ്ഞ അത് ഞാൻ പറയാ. പ്രാങ്കല്ല സംഭവം, എനിക്ക് സംശയം മൂവി അങ്ങനെ. എന്നാലും നമ്മളിങ്ങനെ നേരിട്ട് വിളിക്കും പറഞ്ഞത്. അതുപോലെ എനിക്ക് തോന്നുന്നു ആറാട്ടണ്ണന്റെ സൗണ്ട് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നുന്നു ജാസർ ചെയ്യണത്. അതൊന്ന് എന്തെങ്കിലും പറയാമോ ആറാട്ടണ്ണന്റെ സൗണ്ടില്? നമസ്കാരം, ക്ലബ് ഓഫ് ഫിലിമിൽ വന്നേക്കാണോ, വിളിച്ചിട്ട് കുറച്ച് നേരമായിണ്ടോ, ചായ കിട്ടി, വെള്ളം കിട്ടിയുണ്ടോ, പെരേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ആവാ, ഇതൊക്കെ അങ്ങനെ തന്നെ മാനേഴ്സ് ഒക്കെ. ഓക്കെ, ഇനി അടുത്ത് നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏത് മൂഡ്, റീൽ മൂഡ്. ചെറിയ സെഗ്മെന്റ്, സിമ്പിൾ. ഇതെങ്ങനെയാ വെച്ചാൽ ജാസറിന്റെ തന്നെ റീൽസ് കുറച്ച് കണ്ടന്റ്സ് ഞാൻ പറയും, ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന റീൽസിന്റെ കുറച്ച് കോണ്ടന്റ്സ്, അത് റിയൽ ലൈഫായിട്ട്
സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു സിനാരിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഒരെണ്ണം എവറി ഫുട്ബോൾ ഫാൻ ഹാവ് ദിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാവുന്ന ഒരു കംപ്ലീറ്റ് ഫുട്ബോൾ ഒരു ഫ്രണ്ട്. പിന്നെ നമുക്കൊന്നും അറിയില്ല, പക്ഷെ എന്നാലും നമ്മളെല്ലാം അറിയുന്ന പോലെ ഇങ്ങനെ നിൽക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടോ? ഉണ്ട്. എന്താ ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യോ? അങ്ങനെ നമുക്ക് അയ്യോടെ പൊക്കുമല്ല. ഈ ISL അടക്കുന്ന ടൈമിലൊക്കെ ഇത് കൂടുതലുണ്ടാവാറുണ്ട്. നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുന്നിട്ട് ഇന്നലെ അത് കണ്ട് പിറ്റേ ദിവസം ഇന്നലെ കളി കണ്ടാ കിട്ടില്ലായിരുന്നു. സെറ്റായിരുന്നു. നമുക്കറിയാം, കണ്ടിട്ടില്ല എന്നറിയാം, കാരണം കളി കാണൂല. അപ്പൊ ഇങ്ങനെ ഇന്നലെ ആരോ ഓടടിച്ച് ഇന്നലെ ഹ്യൂമക്ക 2 കൊല്ലം മുമ്പ് ശരിക്കും ഹ്യൂമല്ലേ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയിലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടക്കാറുണ്ട്. അതുപോലെ തൃശ്ശൂർ ഗഡിന്റെ എറണാകുളം ഉണ്ട്. അയ്യോ, അത് ചായ കുടിക്കാൻ പോകുമ്പോ അമ്പലത്തിൽ ഉത്സവ സീസൺ ആകുമ്പോ ഇവിടുത്തെ അമ്പലത്തിൽ കൊട്ടായി കേൾക്കുമ്പോ തൃശ്ശൂർ ഓർമ്മ പറഞ്ഞു. കൊട്ടായി കേൾക്കുമ്പോ തൊട്ടങ്ങും. അല്ലെങ്കിൽ തൃശ്ശൂർ ഇവിടെ വന്നേ അമ്പലമൊക്കെ കാണുമ്പോ ഒരു ഇതാ തൃശ്ശൂർ ഓർമ്മ പറഞ്ഞു, നാട്ടിൽ പോവാം, വൈകുന്നേരത്തെ ട്രെയിൻ കയറാം. അങ്ങനെ ഫ്രണ്ട് ഉണ്ടല്ലേ? ഹോട്ടലടിച്ചാള് എന്നാ പോകില്ല. അതുപോലെ മന്തി അൺലിമിറ്റഡ് ജസീമിന്റെ ഒക്കെ കൂടെ ചെയ്തൊരു സാധനം. ഞാനങ്ങനെ അധികം മന്തി കഴിക്കാത്ത ആളാ. എനിക്കങ്ങനെ അധികം ഞാൻ അത്ര മന്തി ഫാൻ അല്ല, ബിരിയാണിയാണ് ഇഷ്ടം. ഈ അടുത്തൊരു സംഭവം ഉണ്ട്. ഇവന്മാര് ഈ ഷിൻഡപ്പൻ റോജപ്പൻ എന്ന് പറഞ്ഞമാരില്ലേ, ഇവന്മാര് ഫുഡ് എന്ന് പറഞ്ഞാൽ അത്ര ഇതായിട്ട് നോക്കണമാരാ. രാവിലെ തൊട്ട് ഷൂട്ടിന് പോയിട്ട് വൈകുന്നേരം ഈ ഫുഡ് കഴിക്കാലോ എന്നുള്ള രീതിയിൽ രാവിലെ തൊട്ട് പണിയെടുക്കണേ. അങ്ങനെയുള്ള ആൾക്കാരാ. എല്ലാവരും ഒരു ദിവസം വർക്ക് ചെയ്യാനപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് നല്ല മന്തി കിട്ടുന്ന കട എവിടെയാന്ന് ചോദിച്ചു. ഇവരെ ഞാൻ എടുത്തുണ്ട് എന്ന് പറയും. എനിക്ക് മന്തി കഴിച്ചാൽ മതി, എനിക്ക് നല്ല മന്തി ഏതാ അങ്ങനത്തെ പരിപാടി എനിക്കറിയില്ല. ബിരിയാണി ആണെങ്കിൽ ഓക്കെ. ഇവര് ഞാൻ മന്തി കടയെ കൊണ്ട് ഇവര് മന്തി കഴിക്കാൻ തുടങ്ങി. കഴിച്ചോണ്ട് എന്നെ ഒരു നോട്ടം, എന്താ ഇവർക്ക് മന്തി വർക്കായില്ല. ഇങ്ങനെയുള്ളവരുണ്ട്. എന്റെ പൊന്നോ മന്തി എന്നൊക്കെ പറഞ്ഞ നമ്മ വിചാരിക്കൂല. നമ്മുടെ അടുത്തൊരു വൈരാഗ്യം ചിലപ്പോ ഒന്നു പോകാമായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നേരം വർക്ക് ചെയ്തിട്ട് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. നമുക്ക് നല്ല ഫുഡ് എന്നുള്ള സാധനം എനിക്ക് പക്ഷെ അത് ഓക്കെ ഇതിനെക്കുറിച്ച് ഇവന്മാര് ചർച്ച തുടങ്ങി. സ്റ്റേഡിയത്തിൽ നടക്കാൻ പോയി ചായ കുടിച്ചിട്ട് ഇവന്മാരുടെ അടുത്ത് ഇങ്ങനെ വരെയൊക്കെ ചോദിച്ച്. അജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഇപ്പൊ സപ്പോസ് നീ ചിന്തിക്കും, ഇപ്പൊ ഫഹദ് ഫാസിൽ നിന്നെ കാണാൻ വന്ന് പുള്ളി ഇവിടെ അമ്മയിൽ വന്ന് നമ്മുടെ ഇവിടെ എൻ്റെ അടുത്തായിട്ടാണ്. അപ്പൊ അമ്മയിൽ വന്നപ്പോ നിന്നായിട്ട് സംസാരിച്ച്. അപ്പൊ പുള്ളിക്ക് ഒന്ന് വിശന്ന് പുള്ളി ചോദിക്കാണ്, എടാ ജാസറേ മന്തി കഴിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, നീ ഇവിടെ കൊണ്ടുപോയാൽ നിന്നായിട്ടുള്ള ഒരു ഇങ്ങനെ വരെ പറഞ്ഞ് കളഞ്ഞ്. ഏതായിരുന്നു മന്തി സ്പോട്ട്? ഉസ്താദിന്റെ ഒരു റീൽ ഉണ്ടായിരുന്നില്ലേ? ഉസ്താദ് മറ്റേ ആദ്യം അതെ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും റിലേറ്റബിൾ ആയിരിക്കും. ആദ്യം അങ്ങനെ പറയുമായിരുന്നു, ഫോണൊന്നും ഉപയോഗിക്കരുത് മക്കളെ. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, TV കാണാൻ പാടില്ല, സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാൻ പാടില്ല, നിക്കറിടാൻ പാടില്ല, പറക്കാൻ പാടില്ല, നിക്കറിടാൻ പാടില്ല എന്നൊക്കെ. നിക്കറിടാൻ പാടില്ല. എന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളല്ലേ നിക്കറിടാൻ പാടില്ല എന്ന് പറഞ്ഞ ആരെയൊക്കെ. എന്നിട്ട് എന്നിട്ട് ഞാൻ ഒരു ദിവസം യൂട്യൂബ് ചാനൽ കണ്ടു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാരും അങ്ങനെയൊന്നല്ലല്ലോ. അതില് ചില ആൾക്കാരെല്ലായിടത്തിലും ഉണ്ടാവും. അല്ല ചിലപ്പോ ഇപ്പൊ യൂട്യൂബ് ചാനലുള്ള പല ഉസ്താക്കന്മാരും പണ്ടും ചിലപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തവരായിരിക്കും. പക്ഷെ പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെ കാണുമ്പോൾ നമുക്ക് ഉരുവട്ടുന്നത്. അതാണ് പഴയ കാലം തന്നെയാ നല്ലത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതായത് മറ്റേ ഗൾഫ് ആകാശത്താന്ന് വിചാരിച്ച കാലം. അങ്ങനെ പഴയ കാലത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഓർമ്മ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് മിസ് ചെയ്യണ ഒരു സംഭവം എന്തായിരിക്കും? ക്രിക്കറ്റ് കളി. ഇപ്പൊ കളിക്കാറില്ല. പണ്ട് നമ്മള് വീടിന്റെ മുറ്റത്തായാലും പറമ്പിലും കുറെ പിള്ളേരും ഒരു ബാറ്റ് ഒരു ബോൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ 2-3 ഒരാൾ പിരിവിട്ട് ഒരു ബോൾ വാങ്ങി കുറെ പിള്ളേര് പറമ്പി കളി. നിറയെ ദിവസം രാത്രി ഉറങ്ങുന്ന തന്നെ രാവിലെ എണീറ്റ് ക്രിക്കറ്റ് കളിക്കാന്നുള്ള ചിന്തയൊക്കെയാണ് വെക്കേഷൻ ടൈമിലും ശനി ഞായറൊക്കെ. ഇപ്പന്ന് പറഞ്ഞാൽ ബാറ്റും ഉണ്ട്, ഇഷ്ടം ബോളും ഉണ്ട്, പക്ഷെ ആരും ഇല്ല. കളിക്കാൻ സമയമുണ്ട്. നമുക്ക് വൈകുന്നേരമൊക്കെ ഫ്രീ ആണ്. വൈകുന്നേരം ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതുപോലെ തന്നെ ബോൾ വാങ്ങിക്കാനും കാശുണ്ട്, ബാറ്റ് വാങ്ങിക്കാനും കാശുണ്ട്, പക്ഷെ കളിക്കാനും ആളില്ല, പറമ്പില്ല. ഇവ എറണാകുളത്തായതുകൊണ്ട്
കുഴപ്പമൊന്നുമില്ല. കളിക്കണ ടർഫിലൊക്കെ കളിച്ചൂടെ? ടർഫിൽ കളിച്ചാൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടില്ല. അത് ടർഫ് എന്ന് പറഞ്ഞ ഒരു ഇത് പോയി. പണ്ടെന്ന് പറഞ്ഞ ഒരു ബോളടിച്ച് കാട്ടി പോയി തപ്പി പിറക്കി ഒരു ബോൾ തപ്പാൻ പോകുമ്പോ ചിലപ്പോ വേറെ ബോൾ കിട്ടി, ഞാൻ പോയാലേ കിട്ടുള്ളൂ, എനിക്കറിയാം. അങ്ങനത്തെ കൊറേ സിറ്റുവേഷൻസിൽ കടന്ന അതൊരു നൊസ്റ്റാൾജിക് ക്രിക്കറ്റ് കളിയാണ് ശരിക്കും മിസ് ചെയ്യണതല്ലേ. മണ്ടൻ ട്രിയോ എന്ന് പറഞ്ഞിട്ട് 3 പേരും ഫുൾ മണ്ടത്തരങ്ങൾ മാത്രം പറയണ ഒരു ഗ്യാങ്. അങ്ങനെ മണ്ടൻ ട്രിയോ അല്ല, ഫുൾ മണ്ടന്മാരാണ്. ഫുൾ മണ്ടന്മാരുമാണ്, ഫുൾ ബുദ്ധിമാന്മാരുമാണ്. ആവശ്യ സമയത്ത് ബുദ്ധി, ആ ഒരു ടൈമിൽ മണ്ടൻ കളി. പക്ഷെ ആ മണ്ടൻ കളിയാന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു രസം. ചിലപ്പോ എല്ലാരും ഒരേ ടൈമില് ഞങ്ങൾ ഈ എല്ലായിടത്തൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് ചിലപ്പോ ആ കടയിൽ കിടന്ന് മൊത്തം പൊട്ടം കളിക്കും. അതാണ് കൊണ്ടുവന്ന് തരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രാന്താവും. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പൊട്ടം കളിക്കണല്ല, ആരെങ്കിലും ഒരാളെങ്കിലും ചെറുതായിട്ട് പൊട്ടം കളിക്കുന്നുണ്ടാ ചിരിച്ച് എന്ന് വെച്ചാൽ ചേട്ടാ ഫ്രൈഡ് റൈസ് എനിക്ക് കൂടെ എന്താ കഴിക്കാൻ സോസ്, അതുതന്നെ അയാൾ സോസ് മതിയാ, ചില്ലി ചിക്കൻ ഉണ്ടാ, ചില്ലി ചിക്കൻ ഉണ്ട്, അയാളുടെ ഭാഗത്തും തെറ്റുണ്ട്, പറയാൻ പറ്റൂല. സോസ് മതിയാ, ചില്ലി ചിക്കൻ ഉണ്ടാ, ചില്ലി ചിക്കൻ ഉണ്ട്, സോസ് പോരെ. അയാൾക്ക് കച്ചവടം നടക്കണമെന്നൊരു താല്പര്യമില്ലാത്ത മനുഷ്യൻ. അപ്പൊ പിന്നെ ഇവൻ തുടങ്ങും അയാളെ കളിയാക്കാൻ, പിന്നെ മൊത്തം അയാളെ കളിയാക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറഞ്ഞു തുടങ്ങിയത് പ്രശ്നം. അന്നത്തെ ദിവസം മൊത്തം പറഞ്ഞു. പിന്നെ എന്ത് ചെയ്താലും നമുക്ക് മണ്ടത്തരമായിട്ട് തോന്നും. സ്റ്റാൻഡ് തട്ടാതെ വണ്ടി ഓടിക്കുക, എന്ത് ചെയ്താലും മണ്ടത്തരം. ആ പഞ്ചസാരൊക്കെ ഒരു ഉപ്പിടാ വീട്ടിൽ ചെന്നാലും അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ പറ്റും. പിന്നെ പിന്നെ എന്ത് മണ്ടത്തരങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അറിയാതെ തന്നെ. അങ്ങനെ ഒരു ഗ്യാങ്. പക്ഷെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കേണ്ട സമയത്ത് ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ പോവുകയും ചെയ്യും. എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും ഹാപ്പി, എല്ലാവരും ഫ്രീ ആവുന്ന സമയത്താന്ന് തോന്നുന്നു അതാണ്. പെൺകൊച്ചിനെ സെറ്റ് ആക്കാനാടാ, എനിക്ക് ആ ഒരു ഫീൽ അറിയാനാടാന്ന് പറയും. എന്നിട്ട് ആഫ്റ്റർ കമ്മിറ്റഡ് വേണ്ടായിരുന്നു, ആ വേദന അങ്ങ് മാറി എന്ന് പറയും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരുടെ ലൈഫിലൊരു ബ്രേക്കപ്പ് ഉണ്ടാവില്ലേ? ആ വേദന മാറിന്ന് തോന്നിയപ്പോ വേദന മാറി. ഓക്കെ. അയ്യോ, അതുപോലെ തന്നെ ഫ്രണ്ട് സോണിലാക്കിയൊരു സംഭവം ഉണ്ടല്ലോ, ഗേളിനോട് പോയി പറഞ്ഞപ്പോ തന്നെ അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞത് അപ്പൊ നീ ഫ്രണ്ട് സോണിൽ പെട്ടടാ. അത് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്. ഫ്രണ്ട് സോണിൽ പെട്ടെന്ന് പറഞ്ഞാ ഉണ്ടായിട്ടുണ്ട്. +2 നമുക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടാവും. നമുക്ക് ഈ 1ാം ക്ലാസ് തൊട്ട് നമുക്ക് ഒരു പെങ്കൊച്ചിനോട്, നമ്മുടെ ക്ലാസ്സിൽ ഒരു പെങ്കൊച്ചിനോട് നമുക്ക് ചെറിയൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇല്ലേ? അതൊക്കെ എപ്പോഴും ഉണ്ടാവില്ലേ? ഏതൊരു കൊച്ചി നമ്മൾ ടീച്ചർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പിടിച്ച ആളുടെ അടുത്തായി കൊണ്ടിരുത്തും. വലിയ പേരും അഭിനയിക്കും നമ്മൾ. നമുക്ക് ഇഷ്ടമായിരിക്കും, സംസാരിക്കും. അത് സംഭവം ചെറുപ്പം തൊട്ടേ ഉള്ളതെന്ന് തോന്നുന്നു. വളർന്നാകുമ്പോ എല്ലാം അറിയണം നമ്മള് പക്ഷേ നമുക്ക് ഇഷ്ടമൊക്കെ ആയിരിക്കും. ഈ വളർന്നു വരുമ്പോ മനസ്സിലാവുള്ളൂ അമ്മ അമ്പിനിക്കാരായിരുന്നു. അത് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടെ, ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഇപ്പൊ കറന്റ്ലി ഏത് മൂഡ്? കറന്റ്ലി പൊളി മൂഡ്. അത്യാവശ്യം ഹാപ്പി ആയിട്ട് കുഴപ്പമില്ല. ആണല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഇന്റർവ്യൂവിനെ പറ്റി പറയാൻ. ആ ഇന്റർവ്യൂ പൊളി മൂടാണല്ലോ. ഇന്റർവ്യൂ കിട്ടില്ല, ഇന്റർവ്യൂ ആയിരുന്നു. ആണല്ലേ? ഉറപ്പായും. അപ്പൊ ലാസ്റ്റ് എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജാസിർ ക്ലിക്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കാനാന്ന് പറഞ്ഞു. സിനിമയൊക്കെ പൊളിക്കട്ടെ, സിനിമയിൽ വരട്ടെ, സിനിമയിലും ജാസിർ ക്ലിക്സ് ക്ലിക്ക് ആവട്ടെ. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ഡിസൈവിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉറപ്പായിട്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ നമ്മളെല്ലാരും എക്സൈറ്റഡ് ആണ്. അപ്പൊ മച്ചു എന്താണ് ഏത് മൂഡ്? ടൺ കണക്കിന് ഫൺ മൂഡ്. താങ്ക് യു.